ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷ ജനുവരി 3-നായിരിക്കും വിധിക്കുക. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. 1-ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, 2-ാം പ്രതി പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K. അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A. അശ്വിൻ, 8-ാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. 10-ാം പ്രതി T. രഞ്ജിത്ത്, 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ K. മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. വിധി സംബന്ധിച്ചുള്ള അത് 3-ാം തീയതിക്ക് വെച്ചിരിക്കുക. ജനുവരി 3-ന് ഫൗണ്ട് ഗിൽറ്റി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് 24 പ്രതികളിൽ 10 പേരെയാണ്. 302 മെയ് ഞാൻ പറയുന്നത്. 15 മുതൽ 24 വരെയുള്ള പ്രതികൾ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷം പുതുതായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടവരാണ്. അതിലിപ്പോൾ എക്സെപ്റ്റ് A15 15 ഒഴിച്ച് 16, 17, 18, 19 എല്ലാ പ്രതികളെയും ഗൂഢാലോചന 120B-യിൽ നിന്ന് കുറ്റവിമുക്തരാക്കി അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. കുറ്റക്കാരല്ല എന്നായിരുന്നു പ്രതികളുടെ പ്രതികരണം. 15-ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി. ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ വേണമെന്നും പ്രതി കോടതിയെ അറിയിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3-ന് വിധിക്കും. വെറുതെ വിട്ട പ്രതികളും കുറ്റക്കാരാണെന്നും അവരും ശിക്ഷിക്കപ്പെടണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്നാൽ തങ്ങൾ കുറ്റക്കാരല്ലെന്നും തങ്ങളെ വെറുതെ വിടണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ പെരിയ കേസിലെ നിയമപോരാട്ടം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. ക്യാമറ പേഴ്സൺ രവി ബിമോനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.